ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഒരു വാട്ടയേറ്റിനിടെ രാവിലെ ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് അച്ചാറിടാൻ മാങ്ങ അരിഞ്ഞപ്പോൾ ഈ ഒരു മാങ്ങ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങയുടെ സീസൺ ആണോ ഗൈസ്? അങ്ങനെ ഇവിടെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അച്ചാറിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. 3 മണിയൊക്കെ ആയപ്പോൾ ചോറും മീൻകറിയും മീൻ വറുത്തതും പയർ തോരനും അച്ചാറും രസമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പഞ്ചാമൃതം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് സിദ്ധാശ്രമത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ മാങ്ങ കവറിൽ കെട്ടി ഇങ്ങനെ അടിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഇടയ്ക്കൊരു ട്രെൻഡ് ആയിരുന്നല്ലോ. അപ്പോൾ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ അതിൻ്റെ എരിവൊന്ന് മാറ്റാനായിട്ട് ഈ ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു മാൾസിൻ്റെ മുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നിക്കേഴ്സിൻ്റെ മുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു എഗ് സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീറ്റ് റോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെയും പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിച്ച് 7 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു മിച്ചറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ചോറും മുട്ടയും അച്ചാറും പയറ് തോരനുമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. 10 മണിയൊക്കെ ആയപ്പോൾ അനിയൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാട്ടയേറ്റിനിടെ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.